ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അതിലെ ആദ്യത്തെ വീഡിയോസ് കാണാത്ത കൂട്ടുകാരെ ആ വീഡിയോസ് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നത് പേജ് നമ്പർ 20ലെ ഫിഗർ ഇറ്റ് ഔട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് 5th ക്വസ്റ്റ്യൻ മുതൽ നോക്കാം. ഓക്കെ, ഇപ്പോൾ 5th വൺ, the word 0 and 1 share letters E and O. The word 1 and 2 share a letter O, and the word 2 and 3 also share a letter T. How far do you have to count to find two consecutive numbers which do not share an English letter in common? അതായത് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, 0 എന്ന നമ്പറിലും 1 എന്ന നമ്പറിലും കോമൺ ആയിട്ടുള്ള ലെറ്റേഴ്സ് ആണ് ഇയും ഓയും. ദെൻ 1ലും 2ലും കോമൺ ആയിട്ടുള്ള ലെറ്റർ ആണ് ഒ എന്ന് പറയുന്നത്. ദെൻ 2 and 3 എടുത്താൽ അവിടെ കോമൺ ലെറ്റർ ടി വരും. അങ്ങനെ കോമൺ ആയിട്ട് ലെറ്റർ ഒന്നും ഇല്ലാത്ത ഏതൊക്കെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഉണ്ടെന്നാ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 0, 1 രണ്ട് നമ്പേഴ്സ് എടുത്ത് അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ് ആണല്ലോ 0, 1. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ലെറ്റർ ആണ് 1 എന്ന് പറയുന്നത്. ദെൻ 1 and 2 എടുത്താലോ 1ലും 2ലും കോമൺ ആയിട്ട് വരുന്ന ലെറ്റർ ഏതുണ്ട്? ഓ ഉണ്ടല്ലേ, ഇവിടെ ഓ ഉണ്ട്, ഇവിടെയും ഓ ഉണ്ട്. ദെൻ 2 and 3 എടുത്ത് നോക്കാം. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ് നമ്മൾ നോക്കാനുള്ളത്. 2 and 3 ആകുമ്പോൾ ഇവിടെയും ടി ഉണ്ട്, ഇവിടെയും ടി ഉണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കോമൺ ലെറ്റേഴ്സ് വരാത്ത കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ 3 എടുത്തു. ദെൻ 4 എടുത്തു നോക്കാം. 4-നകത്ത് കോമൺ ആയിട്ട് എവിടെ ഉണ്ട്? 3ലും 6 ഉണ്ട്, 4ലും 6 ഉണ്ട്. ദെൻ 5 എടുത്താലോ 5 എഫിലും 4ലും എഫ് ഉണ്ട്, 5ലും എഫ് ഉണ്ട്. ദെൻ 5 കഴിഞ്ഞ് നമ്മൾ 6 എടുക്കുമ്പോൾ ഇവിടെ 5ലും 6ലും ഐ വരുന്നുണ്ട് അല്ലേ. ദെൻ 7 എടുത്താലോ 7ലും 6ലും 7ലും എസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് വരാൻ പാടില്ലാത്ത ലെറ്റേഴ്സ് ആണ്. ഓക്കെ, അതായത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിലെ കോമൺ ലെറ്റേഴ്സ് വരാത്ത നമ്പേഴ്സ്. ഓക്കെ, ദെൻ 8 എടുത്തു. 8ഉം 7ഉം എടുക്കുമ്പോൾ അവിടെ ഏതൊക്കെ നമ്പേഴ്സ് വരും? ഇ വരും അല്ലേ. ദെൻ 9 എടുത്താലോ 8 and 9 എടുത്താൽ ഇവിടെ കോമൺ ആയിട്ട് ഐയും ഇയും ഉണ്ട് രണ്ടിലും. ഇവിടെയും ഐ ഉണ്ട്, ഇ ഉണ്ട്. ദെൻ 10 എടുത്താലോ 9 and 10 എടുത്താൽ ഇവിടെ ഇ ഉണ്ട്, ഇവിടെയും ഇ ഉണ്ട്. ദെൻ 11 എടുക്കാം. 10 and 11 ഇവിടെ ഇ ഉണ്ട്, ഇവിടെ ഇ ഉണ്ട്. ദെൻ എന്നും കോമൺ ആണ് അല്ലേ. ദെൻ 12 എടുക്കാം. 11 and 12 എടുത്താൽ ഇവിടെ ഏതൊക്കെ കോമൺ ആയിട്ട് വരുന്നുണ്ട്? ഇ വരുന്നുണ്ട്, ബി വരുന്നുണ്ട് അല്ലേ. ദെൻ 12 കഴിഞ്ഞ് 13 എടുത്ത് നോക്കാം. 13 ഇവിടെയും കോമൺ ആയിട്ട് ടി ഉണ്ട്, ഇ ഉണ്ട്. ദെൻ 13 കഴിഞ്ഞ് 14. ഇനി അങ്ങോട്ട് വരുന്ന നമ്പേഴ്സിൽ എല്ലാത്തിലും 14, 15 വരുമ്പോൾ ഇവിടെ ടീൻ എല്ലാത്തിലും കോമൺ ആണ് അല്ലേ, കോമൺ ലെറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇനി എത്ര നമ്പേഴ്സ് എഴുതിയാലും അവിടെ കോമൺ ലെറ്റേഴ്സ് വരാത്ത കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഏതൊക്കെ നമ്പേഴ്സ്, നമ്മളിപ്പോൾ 2 നമ്പേഴ്സ് ഞാൻ എടുക്കുകയാണ്, 24 and 26 എടുത്താൽ അവിടെ ഏതൊക്കെ നമ്പേഴ്സ് അവിടെ കോമൺ ലെറ്റേഴ്സ് നമ്പേഴ്സ് അല്ല, കോമൺ ലെറ്റേഴ്സ് വരുമല്ലോ. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് കോമൺ ലെറ്റേഴ്സ് വരാത്ത കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഷോസ് ദാറ്റ് ഓൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 കോമൺ ലെറ്റർ. സോ ദർ ഈസ് നോ പെയർ ഓഫ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ദാറ്റ് ഷെയർ ആൻ ഇംഗ്ലീഷ് ലെറ്റർ ഇൻ കോമൺ. ഓക്കെ, ഞാനൊന്ന് എഴുതിത്തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയാം? കോമൺ ആയിട്ട് ലെറ്റേഴ്സ് വരാത്ത കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഇല്ല. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.